വിചാരിച്ചു. മുണ്ടൊരു വീക്ക്നെസ് ആണല്ലേ? മുണ്ട് എനിക്ക് ഇഷ്ടമാണ് സത്യത്തില്. ശരിയാണല്ലേ, റോക്ക് സ്റ്റാറിൽ മുണ്ട് വന്നിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചു. ഓക്കെ, റോക്ക് സ്റ്റാർ എന്ന് പറയുന്ന ഫിലിം മുണ്ട് പ്രതീക്ഷിച്ചില്ല. ഒരു പീരിയോഡിക്കൽ ഫിലിം അല്ല, ഇതുവരെ ചെയ്ത രീതിയിലുള്ള ക്യാരക്ടർ അല്ല. ആ പഴയ മുണ്ടും ബ്ലൗസും അതിനകത്ത് വരെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ മുണ്ടെടുത്ത് കൊടുത്തു. ചിലപ്പോൾ ശീലതായുണ്ടോ, പക്ഷെ അത് ഓർത്തിട്ടില്ല കേട്ടോ, അത് ഓർക്കാതെ വന്നതാണ്, ഇപ്പോഴാണ് അത് ഓർക്കുന്നത്. അല്ല, വീട്ടിലൊക്കെ മുണ്ട് കൊടുക്കാറോ? ആണോ? മുണ്ടെടുക്കാറുണ്ട്, വീട്ടിലും നാട്ടിലൊക്കെ എടുക്കാറുണ്ട്. മടക്കി കുത്തി നാട്ടിൽ മടക്കി കുത്താൻ ധൈര്യമാണ്. ഞാനൊരിക്കൽ മുണ്ടെടുത്ത് ലുലു മോളിൽ പോയി. കാവി മുണ്ടും ഒരു പിങ്ക് ടീഷർട്ടും വലിയ പൊട്ടും. ആൾക്കാർ മുഴുവൻ വിചാരിച്ചു ഏത് ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടി. എന്നുവെച്ചാൽ എല്ലാവരും ലുക്കും അങ്ങനെയായിരുന്നു. ഏത് ഭ്രാന്താശുപത്രിയിൽ നിന്ന് വന്ന കുട്ടിയാന്ന് എല്ലാവരും ശരിക്കും വിചാരിച്ചതാണ്. ഓ, ഓക്കെ, വെരി ഇൻട്രസ്റ്റിംഗ്. പിന്നെ ആക്ച്വലി ഈ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് കാണാൻ സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആക്ട്രസസിനും അത് ചേരത്തില്ല. പക്ഷേ ആക്ച്വലി എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ചേരും എന്നാണ്. അതെയോ? ഞാൻ ചിലരെ കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെനിക്ക് തോന്നായി ചിലപ്പം അത് ക്യാരി ചെയ്യാൻ അറിയാത്തോണ്ടായിരിക്കും, കൂടുതൽ അതിട്ട് ശീലമില്ലാത്തോണ്ട്. അപ്പം എല്ലാരും അനുമോളാകുമ്പോ വീട്ടിലും നാട്ടിലും അതല്ല, എനിക്ക് എൻ്റെ നാട്ടിൽ എനിക്ക് കണ്ട് നല്ല ശീലമുണ്ട്. പിന്നെ എൻ്റെ അമ്മയൊക്കെ ഉടുക്കുമായിരുന്നു. ഇപ്പം അടുത്താണ് അമ്മയൊക്കെ സ്റ്റൈലായത്. അതുവരെ അമ്മ മുണ്ടും ബ്ലൗസ് ഒക്കെ ഇടുമായിരുന്നു. അമ്മമ്മയൊക്കെ ഇപ്പോഴും അമ്മ ഇപ്പം ലാസ്റ്റ് മന്ത് മരിച്ചു. അമ്മമ്മ മുണ്ടും ബ്ലൗസും ഇടാറ് വീട്ടിലൊക്കെ. നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന എല്ലാ ചേച്ചിമാരും മുണ്ടും ബ്ലൗസ് ഇടുന്ന ആൾക്കാരാണ്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. പണിക്ക് വരുന്ന ചേച്ചിമാരും എൻ്റെ അമ്മച്ചി മുണ്ടും ബ്ലൗസും ഇടുന്നത്. അപ്പം എനിക്ക് കണ്ട് നല്ല ശീലമാണ് അതൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ പൊതുവേ ഒരു മുണ്ട് ബ്ലൗസ് സാരി സൽവാർ നടത്തോ ഇരുത്തോ ഒക്കെയാന്ന് തോന്നുന്നു.